ഒരു ദിവസം ഡാകിനി അമ്മൂമ്മ കുട്ടൂസൻ്റെ വീട്ടിലെത്തി. ഏ കുട്ടൂസൻ എന്താ കുഴലും പിടിച്ച് നോക്കുന്നത്? ഡാകിനി, ഞാനൊരാളെ കാത്തിരിക്കുക. മൂസാച്ചാൻ. ഏ അതാരാ മൂസാച്ചാൻ? ഹേ ഹേ, ഒരു ചൈനീസ് മന്ത്രവാദിയാ. അയാളുമായി ലുട്ടാപ്പി ഇപ്പോഴിങ്ങ് വരും. ഈ ചൈനീസ് മന്ത്രമൊക്കെ ഇവിടെ ഫലിക്കുമോ എന്തോ. ഹഹ, വരുന്നുണ്ട് ഡാകിനി, നോക്ക്. അയ്യടാ, എന്തോ സഞ്ചയമുണ്ട്. മാന്ത്രിക സാധനമാ ഉറപ്പ്. ഉടനെ വരണം വരണം, ഞങ്ങൾ കാത്തിരിക്കുകയായിരുന്നു. ഷാങ് കാങ് കുട്ടൂച്ചൻ, കാങ് ഷാങ്. കുട്ടൂസ, കയ്യിൽ സഞ്ചി കാണുന്നില്ലല്ലോ. വഴിയിൽ തെറിച്ചു പോയോ? നേരാണല്ലോ, ചോദിക്കാം. മൂസാച്ചാനെ, മാന്ത്രിക സാധനമൊന്നും ഇല്ലേ? ഞാൻ ഫോണിൽ പറഞ്ഞിരുന്നല്ലോ. ഉണ്ടല്ലോ, വാ പുറത്തേക്ക് വാ. ദാ ആ സഞ്ചി കണ്ടോ? അതിലുണ്ട് പറ്റിയ സാധനം. എന്തിനാണ് അവിടെ വെച്ചത്? കുഴപ്പം പിടിച്ചത് വല്ലതുമാണോ? അതെ അതെ, മഹാ കുഴപ്പം പിടിച്ചതാ. അതല്ലേ അവിടെ വെച്ചത്. അതൊരു ബോംബാ, ഇന്ത്യൻ ബോംബ്. പൊട്ടിയാൽ അടുത്തു നിൽക്കുന്നവരെല്ലാം കുരങ്ങന്മാരാകും. അമ്മേ, അവൻ എങ്ങനെയാ പൊട്ടുന്നത്? ബോംബിന്റെ പേര് പറഞ്ഞാൽ ഉടൻ പൊട്ടും. ഇന്ത്യ എന്ന് പറഞ്ഞാൽ പോലും ഠേ. ഹേ, അത് കൊള്ളാം. ആ പിള്ളേരെ കുരങ്ങന്മാരാക്കാൻ പറ്റിയ സാധനമാ. അതെങ്ങനാ കുട്ടൂസ പിള്ളേരെ കുരങ്ങന്മാരാക്കുന്നത്? ഹിഹി, ഇതാ പിള്ളേരുടെ സ്കൂളിൽ കൊണ്ടിട്ടാ മതി. അവർ ഇന്ത്യ എന്നൊക്കെ പുസ്തകത്തിൽ വായിക്കുമ്പം ഠേ. അയ്യടാ, പിന്നെ ഒരു സ്കൂള് നിറയെ കുരങ്ങന്മാര്. ഹമ്പ, അത് കലക്കി. കുരങ്ങന്മാരെ വിറ്റ് കാശുമുണ്ടാക്കാം. മായാവി ഇതെല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു. ഹോ, എന്തു ചെയ്യും? എങ്ങനെയും കുട്ടികളെ രക്ഷിക്കണം. എന്തായാലും ഇവരെ പിന്തുടരാം. വൈകാതെ. എല്ലാവരും പറഞ്ഞത് കേട്ടല്ലോ. ആ വാക്ക് ആരും പറഞ്ഞു പോകരുത്. കേട്ടോടാ ലുട്ടാപ്പി, പറഞ്ഞാൽ. ഞാൻ പറയില്ല, അമ്മൂമ്മ പറയാതിരുന്നാ മതി. ഇവരുടെ മുമ്പേ പോകാം, എന്തെങ്കിലും സൂത്രം തോന്നാതിരിക്കില്ല. ആ ബോർഡ് കൊണ്ട് പണിയുണ്ട്. ഓം ഹ്രീം വളരെ വളരെ. അപ്പോൾ ഹോ കുട്ടൂച്ചാനെ, നല്ല ക്ഷീണം. ഒരു കാപ്പി കുടിച്ചാലോ? ലുട്ടാപ്പി, നല്ല ഹോട്ടൽ കണ്ടാൽ നിർത്തിക്കോണം. ഏറ്റു. ദാ പറ്റിയ സ്ഥലം എത്തിയല്ലോ. എന്താടാ അത്? നോക്ക്, ഇന്ത്യൻ കോഫി ഹൗസ്. ചതിച്ചു. നാശം പിടിച്ചവൻ. അടുത്ത നിമിഷം ഠോം. ഉടനെ